ഹലോ, വെൽക്കം ടു എൻ്റെ പ്രയാണം. നമ്മളിന്ന് ധൻവീറിൻ്റെ സ്കൂളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. 2ാം ക്ലാസ്സിലേക്കുള്ള ബുക്സ് വാങ്ങാൻ വന്നതാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. മോൻ പഠിക്കുന്നത് മലമ്പുഴയിലുള്ള നിർമ്മലമാത കോൺവെൻറ്റ് സ്കൂളിലാണ്. മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ അടുത്താണ് ഈ സ്കൂളുള്ളത്. നമ്മളെത്തുമ്പോൾ ഏകദേശം 11-11:30 ആയിട്ടോ. 2 ദിവസം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. വാങ്ങാൻ വരുന്നവരും വാങ്ങി മടങ്ങുന്നവരുമായിട്ട് കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ അകത്ത് ചെന്ന് പൈസയൊക്കെ അടച്ച് ബുക്സും സോക്സും ടൈയും ഒക്കെ മേടിച്ചിട്ടോ. യൂണിഫോം കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു. ബുക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി മോള് നേരെ പോയത് സ്കൂളിനകത്ത് എൻട്രൻസ് തന്നെയുള്ള പാർക്കിലേക്കാണ് കേട്ടോ. പിന്നെ കുറേ നേരം കളിയായിരുന്നു. നല്ല ചൂടുണ്ട്. പാലക്കാട് അത്യാവശ്യം വേനൽ മഴയൊക്കെ കിട്ടി. എങ്കിലും ഉച്ചയ്ക്കുള്ള ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മക്കളാണെങ്കിൽ തിരിച്ചു പോവാനും കൂട്ടാക്കുന്നില്ല. അപ്പോൾ കുറേ നേരം അവിടെ കളിപ്പിച്ചു. വെക്കേഷൻ തുടങ്ങിയ ശേഷം കാര്യമായിട്ട് എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. പാർക്കിൽ കുറേ പൂച്ചെടികളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം കുട്ടികൾ കളിച്ചു കേട്ടോ. അവരുടെ സന്തോഷം കണ്ടപ്പോൾ തിരിച്ചു പോകാനുള്ള ധൃതി ഞങ്ങൾ മാറ്റിവെച്ചു. അവസാനം കുട്ടികളും അവരെ കളിപ്പിച്ച് ഞങ്ങളും ക്ഷീണിച്ചു കേട്ടോ. അത്രയും ചൂടായിരുന്നു. അങ്ങനെ ഒരു വിധം അവിടെ നിന്ന് ഇറങ്ങി. കാറിലാണെങ്കിൽ തിരിച്ചെത്താനുള്ള പെട്രോൾ ഇല്ലയെന്ന് കണ്ടപ്പോൾ മലമ്പുഴ ഗാർഡൻ വഴി പോയി അവിടെയുള്ള പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് തിരിച്ച് ഈ വഴി തന്നെ മടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കണ്ടത് റോപ്പ് വേ ആണ്. ഇത് ഡാമിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു സ്ഥലത്തെത്തി. എവിടെയാണെന്ന് പറയാം കേട്ടോ. പെട്രോൾ അടിക്കുമ്പോൾ മോള് ദൂരെ കണ്ടത് ഇത്ര നേരം കളിച്ച അതേ സെറ്റപ്പിലുള്ള കുറേ റൈഡ് പോലത്തെ സംഭവങ്ങൾ. സംഭവം ഫാൻറ്റസി പാർക്കാണ്. പാലക്കാട് മലമ്പുഴയുടെ ഐക്കണാണ് ഫാൻറ്റസി പാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കയറുന്നതിന് മുന്നേ ആദ്യം ഇതുപോലൊരു ആമ്പൽക്കുളം ഉണ്ട്. എന്താണെങ്കിലും ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. കയറുമ്പോൾ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മാറാനുള്ള ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണെങ്കിൽ കൂടുതലും വാട്ടർ റൈഡുകളാണ്. സോ ആദ്യം ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ ലോക്കറിൽ വെച്ച് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ പാലക്കാട്ടെ വെന്തൊരുകുന്ന ചൂടിൽ വെള്ളത്തിൽ കളിക്കാൻ പറ്റിയപ്പോൾ ഞങ്ങൾ ശരിക്കും ആറടകയായിരുന്നു. കുഞ്ഞുങ്ങളെ കയറ്റാൻ കഴിയാത്ത റൈഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാട്ടർ റൈഡുകളും ഞങ്ങൾ ഓടി നടന്ന് ആസ്വദിച്ചു. വേവ് പൂളും കിഡ്സ് പൂളും ഒക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡ്രീം വേൾഡ് പോയിരുന്നു. ഇത്തവണ ഇതേപോലൊരു വാട്ടർ തീം പാർക്കൊക്കെ പ്ലാൻ ഇട്ടതാണ്. പക്ഷെ വേറെ എവിടെയും പോകാൻ പറ്റില്ല. നമ്മൾ വന്നെത്തിയത് അവസാനം ഫാൻറ്റസി പാർക്കിലാണ് കേട്ടോ. ഈ കാണുന്ന കിഡ്സ് പൂളിലെ കുട്ടികൾ കുറേ നേരം കളിച്ചു കേട്ടോ. മോനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇപ്പോൾ സ്ലൈഡിലൊക്കെ ഇരിക്കാറായി. ഇത് കണ്ട് കുഞ്ഞും അവൻ്റെ ഒപ്പം പോകാൻ വാശി പിടിക്കുകയായിരുന്നു. അവളുടെ ശ്രദ്ധയൊക്കെ മാറ്റി ഒരുവിധം മാനേജ് ചെയ്തു കേട്ടോ. വേവ് പൂളിൽ വേവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വാട്ടർ റൈഡ്സ് ഒക്കെ സ്റ്റോപ്പ് ആകും കേട്ടോ. കാരണം ആളുകളൊക്കെ വേവ് പൂളിലായിരിക്കും. അങ്ങനെ നമ്മൾ മാക്സിമം എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ച് വീണ്ടും ഡ്രൈ റൈഡിൽ കയറാമെന്ന് കരുതി നടന്നു. തൽക്കാലം വാട്ടർ റൈഡൊക്കെ മതിയാക്കി. ആദ്യം കണ്ടത് സ്കൈ ഫോളാണേ. ആരും അതിൽ കയറിയില്ല കേട്ടോ. ഞങ്ങളും കയറിയില്ല. കണ്ടപ്പോഴേ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുട്ടികളെ കുറേ എണ്ണത്തിൽ കയറ്റി. അതിനിടയ്ക്ക് ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു. ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്ത ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വേനൽ മഴ കിട്ടിയത് കൊണ്ടാണോ ഇവരുടെ മെയിൻ്റനൻസ് കൊണ്ടാണോ എന്നറിയില്ല, എല്ലായിടത്തും നല്ല പച്ചപ്പുണ്ടായിരുന്നു. ഈ ഭാഗത്തൊന്നും ഒട്ടും ചൂട് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു. അവർക്ക് മാത്രം കയറാൻ പറ്റുന്ന കുറേ റൈഡുകളും ഇതുപോലുള്ള സ്ലൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഡ്രാഗണിലേക്കാണ് കേട്ടോ. അത് വലിയ കുഴപ്പമില്ലാതെ അവസാനിച്ചു. പിന്നെ ബട്ടർഫ്ലൈ പാർക്കിനകത്ത് കയറി കുറേ നടന്നു. ഇതിനകത്ത് കുറേ പൂച്ചെടികളുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ പാർക്കിനകത്ത് കുറേ ഒറിജിനൽ ബട്ടർഫ്ലൈസും ഉണ്ടായിരുന്നു.
മോൾക്ക് 2.5 വയസ്സേ ആയുള്ളൂ. അവളാണെങ്കിൽ എല്ലാത്തിലും കയറാൻ വാശി പിടിക്കുകയായിരുന്നു. പേടി കാരണം ചില റൈഡുകളിലൊന്നും മോൾ ആദ്യം കയറിയില്ല. പിന്നെ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആളുടെ പേടിയൊക്കെ മാറി. ധൻവീറും കൂടെ തന്നെ കട്ട സപ്പോർട്ടിനുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പാലക്കാട് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് ഫാൻറ്റസി പാർക്ക്. വളരെ ശാന്തവും പച്ചപ്പും നിറഞ്ഞ, എന്നാൽ അത്യാവശ്യം എല്ലാ റൈഡുകളും ഉള്ള നല്ലൊരു എൻ്റർടൈനിങ് ഏരിയ ആണ്. ഡ്രൈ റൈഡുകളിലൊക്കെ ആളുകൾ പൊതുവെ കുറവായിരുന്നു. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ റൈഡുകളിലായിരുന്നു തിരക്ക് കൂടുതലുണ്ടായിരുന്നത്. പാർക്കിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്തായിരുന്നു എന്ന് വെച്ചാൽ, വാട്ടർ റൈഡ് കണ്ടപ്പോഴേ അതിലേക്ക് ആദ്യം ഇറങ്ങി. ഇവിടെ വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഡ്രൈ റൈഡൊക്കെ കഴിഞ്ഞ ശേഷം വേണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. കാരണം നമ്മൾ വെള്ളത്തിലിറങ്ങി നനഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡ്രൈ റൈഡുകളിൽ കയറാൻ കഴിയില്ല. അപ്പോൾ വരുന്നവരത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് പാലക്കാടുള്ള ഫാൻറ്റസി പാർക്ക്. ഇത് 15 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1996 തുടങ്ങുന്നത്. ഇവിടെ ഡോർമെട്രി, റെസ്റ്റോറൻറ്റ്സ്, പാർക്കിംഗ് ഏരിയ, കുറേ ഷോപ്പുകൾ, ഗെയിം കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്ലാനറ്റേറിയം ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒട്ടുമിക്ക റൈഡുകളിലും ഇരുന്ന ശേഷം ചെന്നത് ഹൊറർ തിയേറ്ററിലൊക്കെയാണ്. അതും കഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന മിറർ ഹൗസിലെയാണ്. ഏട്ടൻ്റെ ചില പെർഫോമൻസസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലൊരു മിറർ സെറ്റപ്പ് വഴി കുറച്ച് നടക്കണം കേട്ടോ. എല്ലായിടത്തും കണ്ണാടിയാണ്. ചിലത് ഒറിജിനലാണ്, ചിലത് നമ്മുടെ പുറത്തേക്കുള്ള വാതിലായിരിക്കും. ഓരോന്നും ഇങ്ങനെ തള്ളി നോക്കിയാലേ ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ കുറച്ചുകൂടെ നടന്നാൽ പുറത്തേക്കുള്ള ഡോറ് കാണും. അങ്ങനെ അവസാനം നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണെങ്കിലും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വേനൽക്കാലത്തൊരു വെക്കേഷൻ സ്പോട്ട് അന്വേഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് ബെസ്റ്റ് ചോയ്സാണ് ഫാൻറ്റസി പാർക്ക്. വളരെ എക്കണോമിക്കലായിട്ട് വന്നു പോവാം. സോ ഇനിയും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ. വേനലവധി ഗംഭീരാക്കാം. കാലത്ത് ഇത് തുറക്കുന്ന സമയം 10 മണിയാണ്. 10 മണിക്കൊക്കെ എത്തിയാൽ വൈകിട്ട് 6 മണിക്ക് അടയ്ക്കുന്നവരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.